ഹലോ This ഹലോ call is now being recorded. ആ മൻസൂർ മണ്ണാർക്കാടല്ലേ? ആ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നോ? പറയൂ. അതായത് മക്കത്തെ മുശ്രിക്ക് ഉം. അള്ളാഹു വിശ്വസിച്ചിരുന്നോ? വിശ്വസിച്ചിരുന്നോ? അത് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. വിശ്വസിച്ചിരുന്നോ? മക്കത്തെ മുശ്രിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. ഇല്ലേ? ഇല്ല. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ചോദ്യം ചോദിച്ച വിശ്വസിച്ചിരുന്നോ? അല്ലേ, ചോദ്യം ചോദിച്ച താങ്കൾ തന്നെ അതിന്റെ ഉത്തരവും പറഞ്ഞു. പിന്നെ അതല്ലേ നിങ്ങൾ തന്നെ ഞാൻ ചോദിച്ച ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ഉത്തരവും പറയേ. അല്ല, നമ്മളെ വിശ്വാസപ്രകാരം മക്കത്തെ മുശ്രിക്ക് ഏത് അള്ളാഹു വിശ്വാസപ്രകാരം? വിശ്വസിച്ചിട്ടില്ല. ഏത് ഖുർആനിൽ ഞാൻ വിശ്വാസപ്രകാരം? മനസ്സിലാക്കിയ വിശ്വാസപ്രകാരം ഏത് ഖുർആനിൽ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം മക്കത്തെ മുശ്രിക്ക് അള്ളാഹു ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല. നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ വിശ്വാസം. ശരി, ഇനി നിങ്ങൾ മക്കത്തെ മുശ്രിക്ക് അള്ളാഹു വിശ്വസിച്ചിരുന്നത് ഖുർആനിലുണ്ടോ? അള്ളാഹനെ അവർക്ക് അറിയുമായിരുന്നോ? അത് ശരിയാണ്. അള്ളാഹ് അവർക്ക് അറിയുമായിരുന്നു. അതായത് അറിയുമായിരുന്നു. ദൈവവിശ്വാസികളായിരുന്നു, ഉം. നിരീശ്വരവാദികളല്ല. ഉം. അല്ലേ? അതല്ലാതെ മക്കത്ത് മുശ്രിക്ക് അള്ളാഹു വിശ്വസിച്ചു. അള്ളാഹുവിനെ ആ. ഞാൻ പറയുന്നത് ആ, ഒന്ന് കേൾക്കാനുള്ള സാമാന്യ ഒരു ഒരു സാവകാശങ്ങൾ കാണിക്കാം. ആയിക്കോട്ടെ. അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അള്ളാഹുവിനോട് അവര് ദുആ ചെയ്തിരുന്നോ? അള്ളാഹുവിനോട് അവര് ദുആ ചെയ്തിരുന്നോ? അവർ മനസ്സിൽ കണ്ടിരുന്ന ഒരു ഇലാഹിനോട് അവർ ദുആ ചെയ്തിരുന്നു. അള്ളാഹു എന്ന് പറയുന്ന, അള്ളാഹ് എന്ന് പറഞ്ഞാൽ പത്തല്ലല്ലോ. മറ്റേ പണ്ട് പേരോട് പറഞ്ഞ പോലെ പിന്നെ വേറെ അല്ലൊന്നുമില്ല, ഒരൊറ്റ അല്ലല്ലുള്ളൂ. അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബിയിൽ അതിലിപ്പോ എന്താണെന്നുള്ളത് നിങ്ങളെക്കാട്ടിലും അറിയണോലല്ലേ മക്കാ മുശ്രിക്കുകള്. അതറിയില്ല. അല്ല, അതൊക്കെ പഠിച്ചിട്ട് വിളിക്കണം നിസാമി. നിങ്ങൾ എങ്ങനെ പിന്നെ ഹൈദരാബാദിൽ നിന്ന് കായെടുത്ത് വാങ്ങിയതാണോ നിസാമി പട്ടം? അതല്ല ഞാൻ ചോദിക്കണത്. അല്ല, നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഈ നാട്ടുകാരെ അന്നം തിന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ പറയട്ടെ മുലരെ ഞാൻ ഫോൺ കട്ട് ചെയ്യും. മാന്യമായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ഫോണ് കട്ട് ചെയ്യും. മാന്യമായിട്ട് ഇരിക്ക്. പറഞ്ഞു കേക്ക്. ഇതൊക്കെ പറയിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്റെ ഫോണിക്ക് വിളിച്ചാൽ ഞാൻ പറഞ്ഞ് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാം. ഇവിടെ മക്ക മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആളുകള് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അത്രേ ഉള്ളൂ. അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തിരുന്നോ? അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തിരുന്നു. ഒരല്ലേ ഉള്ളൂ. പല അള്ള വർത്താനം പറയണ്ട. ഒരല്ലേ ഉള്ളൂ. ആ അള്ള എന്താന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നോ? അള്ളാഹുവിനെ അവർക്ക് അറിയാമായിരുന്നു. ആ അള്ളാഹിനോട് അവർ ദുആ ചെയ്തിരുന്നോ? അള്ളാഹുവിനോട് അവർ മനസ്സിൽ കണ്ടിരുന്ന എന്തിനാണ് അവിടെ മനസ്സിൽ കണ്ടതൊക്കെ പറയണത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഖ്ലാസോട് കൂടി പോലെ ഏത് അള്ളാഹിനോട് അവര് ദുആ ചെയ്തിരുന്നു? ഏതല്ലാനോട്? അല്ല ഇതിന് മറുപടി പറഞ്ഞോ? പറയണ്ട. അവര് മനസ്സ് കണ്ട അല്ലേ? ആ വയല് ഇവിടെ നടക്കൂല. ഇതിന് മറുപടി പറഞ്ഞോ? ഞാനൊരു വലിയൊരു യാത്രയിലാണ്. എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ചിരിച്ചും കളിച്ചിരിക്കാനുള്ള സൗകര്യമില്ല. ഇവിടെ എന്നോട് വിളിച്ച് ചോദിച്ചത് അള്ളാഹുൽ വിശ്വസിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന ചോദ്യം ചോദിക്കാൻ അണക്കാരെങ്കിലും പിന്നെ ശമ്പളം തന്നെ നിർത്തിയിട്ടുണ്ടോ? അതല്ല, ഇനി ഞാൻ ചെയ്ത വീഡിയോന്റെ കാര്യമാണെങ്കിൽ പറയട്ടെ അലിയാസൻ നിസാമിയെ, എന്റെ സംസാരത്തിനടിയിൽ കയറിയിട്ട് ഇതിൽ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്റെ മാന്യതയൊക്കെ പോകും. മാനം മര്യാദ കണക്ക് സംസാരിക്കണം. അലിയാസൻ നിസാമിയെ, ഇത് വോയിസ് പുറത്തു വരണ എന്തിനാ? ഈ നാണോമാനല്ലാത്ത ഏർപ്പാടിനേക്കണേ. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, റെക്കോർഡ് ചെയ്തോളി. അല്ല, ഞാനല്ല, എന്റെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡ്. അപ്പൊ നിങ്ങളുടെ ഫോണും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. അള്ളാഹുവിനോട് മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചു. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യമല്ല ഞാൻ അവിടെ സംശയം ചോദിച്ചു. അല്ലെ, കാര്യം ചോദിച്ചു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചത്? ആയിക്കോട്ടെ, ഇന്നെ സംസാരിക്കാനൊക്കെ. അപ്പോ മക്കാ മുശ്രിക്കുകള് അള്ളാഹുവിനെ അറിയുന്നവരായിരുന്നു. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്താ ഇനിയിപ്പോ ഈ പ്രശ്നം? അതായത് ഖുർആനിൽ അല്ലാഹ് പറയുന്നു അവര് കഫറു ബിറബ്ബി, റബ്ബിൽ അവിശ്വസിച്ചു എന്ന്. മറ്റൊരായത്ത് പറയുന്നു വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹ് വറസൂലി യദൂക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും
വമാലക്കും ലാ തുമിനൂന, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല? വർ റസൂൽ യദൂക്കും ലിതുമിനൂ ബിറബ്ബിക്കും, റസൂല് നിങ്ങളെ റബ്ബിലേക്ക് ക്ഷണിച്ചിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് മക്കത്തെ മുശ്രിക്കിനോട് അള്ളാഹ് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്ന മക്കത്തെ മുശ്രിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന്. അള്ളാഹുവിൽ മാത്രമായിക്കൊണ്ടല്ല, ഞങ്ങളെ പോലെ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതായത് നിങ്ങൾ അള്ളാഹുവിൽ അള്ളാഹുവിന്റെ റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഉലൂഹിയത്തിലാണ് നിങ്ങൾ പങ്കുചേർക്കുന്നത്, അതേപോലെ അവരും ചെയ്തിരുന്നു. അതായത് അലി ഹസൻ നിസാമിയെ, അതായത് മഴ വർഷിക്കുന്ന ആരാണെന്ന് ചോദിക്കുമ്പോ ആരാണെന്നാണ് അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? അതായത് മക്ക മുശ്രിക്കുകളോട് ആരാണ് മഴ വർഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്താണ് മക്ക മുശ്രിക്കുകൾ പറഞ്ഞത്? അവരല്ലാന്ന് പറയുന്നു, അള്ളാന്ന് പറയുന്നു. അത് വേറല്ലേണോ? നിക്കേ അത് വേറല്ലേണോ? അവർ മനസ്സിൽ കണ്ടിരുന്ന അള്ളാഹു, മനസ്സിൽ കാണുന്ന അള്ളാഹ് വേറൊന്നും, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ് വേറൊന്നും ആണോ? അതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാന്റെ റസൂൽ എഴുതാൻ പറഞ്ഞപ്പോ അത് വേണ്ട, അങ്ങനെ റഹ്മാനും റഹീമുമായ ഒരു അള്ളയെ ഞങ്ങൾക്കറിയില്ല. വിശ്വസിച്ച അള്ളാഹുവിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇത് ഈ വയൽ പറയണത് ഇതൊക്കെ എന്താണെന്നറിയോ? വളരെ മോശമായിട്ട് ഒരു മനുഷ്യന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഈ മോശമായിട്ടുള്ള ആ ഒരു ഏർപ്പാട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് വലിയൊരു യാത്ര. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ഫോണിൽ സംസാരിച്ച ആളുടെ പേര് അലി ഹസൻ എന്നാണ്. അലി ഹസൻ നിസാമി. ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു തവണ വിളിക്കുകയും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം സംബന്ധിച്ച് അല്പനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ഫോൺ റെക്കോർഡ് നമ്മൾ പുറത്തു വിട്ടിരുന്നു. അന്ന് പല ആളുകളും പറഞ്ഞിരുന്നു അയാളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ. ഇവിടെ അലി ഹസൻ നിസാമി എന്ന് പറയുന്ന ആൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടതാണ് ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന്. ഇവർ കോൾ റെക്കോർഡ് ചെയ്ത് നമ്മളെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ ആളുകൾക്കിടയിലേക്ക് ഇതാണ് വഹാബിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള കോളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ കാര്യങ്ങൾ പറഞ്ഞ് മുഴുമിക്കുവാൻ അനുവദിക്കാതെ അവർ ഇടയിൽ കയറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. ആ അള്ളാഹുവോട് അവരുടെ ആരാധ്യന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഇഖ്ലാസോടെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവും ഉദാഹരണവുമാണ് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു. അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കാറ്റിലും തിരമാലയിലും പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവരുടെ ആരാധ്യന്മാരെയെല്ലാം മാറ്റി നിർത്തി അള്ളാഹുവോട് മാത്രമായിക്കൊണ്ട് ഇഖ്ലാസോടെ അവർ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ ചരിത്രം അറിയുന്നവർക്കറിയാം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലൊരു വിഷയം പ്രതിപാദിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ അലി ഹസൻ നിസാമി പറയുന്നുണ്ട് ആരാണ് മഴ വർഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹു ആണെന്ന് പറയും. ആരാണ് റിസ്ക് നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ആണെന്ന് പറയും. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവർ അംഗീകരിച്ചിരുന്നു. ഇവരും അംഗീകരിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, പ്രാർത്ഥന, അത് അള്ളാഹുവോട് മാത്രം എന്ന കാര്യത്തിലായിരുന്നു മക്ക മുശ്രിക്കുകൾക്കും പിഴച്ചത്, ഇവിടെയുള്ള ആളുകൾക്കും പിഴച്ചത് എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നു കൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.